താൽക്കാലിക യൂണിറ്റ് ആണ് എങ്കിൽ പോലും തന്നെ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ എന്തൊക്കെ സജ്ജീകരണങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കാണുകയും ചെയ്യുന്നത്. അത്തരത്തിലൊരു ഒത്തൊരുമയോടെയുള്ള ഒരു പ്രവർത്തനം ഈ ഒരു ദുരന്തമുണ്ടായ അന്ന് മുതൽ ഇന്ന് ഇതേ സമയം വരെ കൃത്യമായ പ്രവർത്തനം ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു താൽക്കാലിക യൂണിറ്റ് ആണെങ്കിലും നമ്മുടെ 600ഓളം ആൾക്കാർ, സാധാരണ ആവറേജ് ഒരു ദിവസം നമുക്ക് 600 ജീവനക്കാരാണ് വരുന്നത്. ഈ 600 പേരുടെ കൃത്യമായ ഏകോപനവും കാര്യങ്ങളും നിർവഹിക്കുന്ന ഒരു കേന്ദ്രമാണ് ശരിക്കും ഇത്. ഇവിടെ നമ്മുടെ ഇത്തരം ഒരു വയർലെസ് ബേസ് സ്റ്റേഷൻ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും, വയർലെസ് ബേസ് സ്റ്റേഷൻ ഇപ്പം കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഫയർ സർവീസിന് മാത്രമേ ഇത്തരത്തിലുള്ള ബേസ് സ്റ്റേഷൻ ഉള്ളൂ. അപ്പോൾ ഈ ബേസ് സ്റ്റേഷനെ കേന്ദ്രീകരിച്ചാണ് നമ്മളിവിടെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളും മൊത്തത്തിൽ നടക്കുന്നത്. അപ്പോൾ അത് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും, നമ്മുടെ സ്റ്റോർ ആണിത്, നമ്മുടെ എക്യുപ്മെന്റ്സ് സ്റ്റോർ. അപ്പോൾ അതുൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ദിവസവും രാവിലെ 6:30 മണിക്കാണ് നമ്മുടെ ബ്രീഫിങ്. 6:30 മണിക്ക് ബ്രീഫ് ചെയ്തിട്ട് നമ്മളിപ്പോൾ 6 സെക്ടറുകളായിട്ട് നമുക്ക് പോയിന്റുകൾ നമ്മളാണ് നിശ്ചയിക്കുന്നത്. നമുക്ക് 12 പോയിന്റുകളാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 12 പോയിന്റുകൾ തലേദിവസം വൈകിട്ട് തന്നെ നമുക്കൊരു 9:30-10 മണി, രാത്രി 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളെല്ലാ ഓഫീസർമാരെയും ബ്രീഫ് ചെയ്യും, ഓരോ പോയിന്റുകളും നിശ്ചയിക്കും. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ 6:30 ആവുന്ന സമയത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ പോയിന്റുകളിലേക്ക് ആൾക്കാരെ അയക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ടീമായിട്ട് തിരിച്ചിട്ട് അതിൽ ഒരു ടീമിൽ എത്ര പേർ വെച്ച് അങ്ങനെയാണ്? ഒരു ടീമിൽ ആവറേജ് 30 മുതൽ 60, മീൻസ് ഏരിയ അനുസരിച്ചാണ്. കൂടുതൽ സെർച്ച് വരേണ്ട സ്ഥലമാണെങ്കിൽ കൂടുതൽ ഓഫീസർമാരും ഉണ്ടാകും, കൂടുതൽ മെമ്പർമാരും ഉണ്ടാകും. ചെറിയ ടീമാണെങ്കിൽ അത് 30 പേര് ഓരോ ഓഫീസർമാർക്കും ഉണ്ടാകുക. അപ്പോൾ ആ തരത്തിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ഫയർ സർവീസ് ജീവനക്കാരും, ഇത് കൂടാതെ നമ്മുടെ കൂട്ടത്തിൽ 60 തമിഴ്നാട് ഫയർ സർവീസ് ജീവനക്കാരും ഉണ്ടായിരുന്നു ഇന്ന് വരെ. ഇന്ന് ഉച്ചയ്ക്ക് അവരിപ്പം വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. അവർ ഇന്ന് വൈകുന്നേരം അവർക്ക് തിരിച്ചു പോകാനുള്ള നിർദ്ദേശമുണ്ട്. അപ്പോൾ ഇത്ര ആൾക്കാരുടെ കൺട്രോൾ നടക്കുന്ന ഒരു കൺട്രോൾ റൂമാണ് ശരിക്കും ഇത്. ഫയർ സർവീസ് ഈ ഒരു സംഭവം ഉണ്ടായ അന്ന് രാവിലെ തന്നെ ഫയർ സർവീസ് ഇത്തരത്തിലൂടെ കൺട്രോൾ റൂം സ്ഥാപിച്ചിട്ടുണ്ട്. അന്ന് മുതൽ തന്നെ നമ്മുടെ ജീവനക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത് വരുന്നുണ്ട്. ജീവനക്കാരുടെ കാര്യത്തിലൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് അറിഞ്ഞ ദിവസം മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി വില്ലിംഗ് ആയിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബാച്ച് മാറുന്നതോ ആൾക്കാരെ എത്തിക്കുന്നതോ ആയിട്ടുള്ള അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ആൾക്കാരെ എത്തിക്കുന്നതിന് നമുക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ, ഓരോ ജില്ലയിലും ജില്ലാ ഭരണകൂടത്തിന്റെ സഹായം കിട്ടുന്നുണ്ട്. SCMയുടെ നിർദ്ദേശമുണ്ട്. അതിനനുസരിച്ച് വാഹനങ്ങളും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊന്നും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. കൃത്യമായിട്ട് കൺട്രോൾ റൂം പ്രവർത്തിച്ച് പോകുന്നു. നമ്മുടെ ഓപ്പറേഷൻസും കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ വയർലെസ് പവർ സ്റ്റേഷന്റെ കാര്യം പറഞ്ഞല്ലോ, അതിന്റെ ഒരു റേഞ്ച് എങ്ങനെയാണ്, അതിന്റെ ഒരു പരിധി എങ്ങനെയാണ്? നമ്മളിത് ആദ്യമായിട്ട് ഇപ്പൊ പുതുതായിട്ട് സർവീസിൽ വന്ന ഒരു സാധനമാണിത്. ആദ്യമായിട്ട് നമ്മളിത് പരീക്ഷിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്, ഇവിടെയാണ് പരീക്ഷിക്കുന്നത്. നമുക്ക് ഇതിന്റെ ടോട്ടൽ ഏരിയയിൽ, അതായത് നമ്മൾ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന മൊത്തം ഏരിയയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള റേഞ്ച് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പം അതായത് ഒരു വിജയകരമായി പൂർത്തിയാക്കാൻ അത് സാധിക്കുന്നുണ്ടല്ലേ? ഈ ഇത്തരത്തിലുള്ള ഈ സെർച്ച് കൃത്യമായിട്ട് പൂർത്തിയാക്കാൻ നമ്മളെ വളരെയധികം സഹായിച്ചത് ഈ ഒരു ബേസ് സ്റ്റേഷനാണ്. കാരണം നമുക്ക് ഫയർ സർവീസിന് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഇല്ല. അതിന് ഒരു പരിധി വരെ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ബേസ് സ്റ്റേഷൻ നമുക്ക് സഹായിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഇനി ഇപ്പം 8 ദിവസം പൂർത്തിയാകുന്നു. ഇനി മറ്റു ദിവസങ്ങളിലേക്ക്, കൂടുതൽ ദിവസങ്ങളിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്നാണ് മന്ത്രിമാർ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇനി ഈ ഒരു തെരച്ചിലിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ് നിങ്ങളുടെ? നമ്മളിപ്പോൾ ഓരോ ഭാഗം പൂർത്തീകരിച്ച് താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ പുഞ്ചിരിമട്ട് മുതലുള്ള ഏരിയയിലേക്ക്, ഇന്നിപ്പോൾ മുണ്ടക്കൈ വരെയുള്ള ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വില്ലേജ് റോഡ് വരെയുള്ള ഭാഗത്തേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ശരിക്കും വ്യാപകമായിട്ടുള്ള തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം തിരച്ചിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടു കിട്ടാനുണ്ടെന്നാണ് അതിന്റെ കൃത്യമായിട്ടുള്ള കണക്കിന്ന് ഇതിന്റെ അധികാരികൾ പുറത്തുവിടുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എത്ര വരെ തിരച്ചിൽ തുടരാൻ സാധിക്കുമോ അത്രയും വരെ തിരച്ചിൽ തുടരാം എന്നുള്ളതാണ് തീരുമാനം. അതായത് ഈ മുകളിൽ നിന്ന്, അതായത് ഇപ്പോൾ നടത്തുന്ന രീതിയിൽ, അതായത് ഒരു ഭാഗം പരിശോധിക്കുന്നു, അവിടെ 100% ഉറപ്പുവരുത്തി അവിടെ ഒന്നുമില്ല എന്ന് കഴിഞ്ഞ ശേഷം അങ്ങനെ ഉറപ്പുവരുത്തി താഴേക്ക് അങ്ങനെയാണ് വരുന്നത്. അത്തരത്തിൽ 100% ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ഇതിൽ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മൾ പോസിബിലിറ്റി വെച്ചിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ ഫയർ സർവീസ് സെർച്ച് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മാത്രമല്ല, നമ്മളോടൊപ്പം മറ്റ് ഏജൻസികളുണ്ട്. ഇന്ത്യൻ ആർമി അടക്കമുള്ള, NDRF അടക്കമുള്ള ഒരുപാട് ഏജൻസികളുണ്ട്. അപ്പോൾ ഓരോ ഏജൻസീസും ഓരോ ഭാഗത്ത് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോരുകയാണ്. അപ്പോൾ ഫയർ സർവീസിന് ഒരിക്കലും അത് നമ്മൾ എത്രത്തോളം സെർച്ച് ചെയ്തെന്നുള്ളതല്ലാതെ അത്രയും ഭാഗം പൂർത്തിയായോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എല്ലാ ഏജൻസികളുടെ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കാണിത്. അതിനൊക്കെ ഇപ്പം ശരിക്കും ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൽ മിനിസ്റ്റർമാരടക്കമുള്ള ഒരു ഹൈ ലെവൽ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിലാണ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, തീരുമാനം. അതായത് വരും ദിവസങ്ങളിലുള്ള പ്രവർത്തനം എങ്ങനെയാണ്, സെർച്ചിങ് എങ്ങനെയാണ് നടക്കുമുള്ള കാര്യങ്ങളെക്കുറിച്ച് വൈകിട്ടാണ് വ്യക്തത വരുന്നത്. അതായത് രാത്രിയോടെ അറിയിക്കാം, അങ്ങനെയാണ്? അതെ, എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഹൈ ലെവൽ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ അടുത്ത ദിവസത്തെ പ്രോഗ്രാം എന്താണെന്ന് തീരുമാനിക്കും. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ ജീവനക്കാരെ ബ്രീഫ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഒരു 9:30 അവിടെ ക്യാമ്പിൽ വെച്ചിട്ട് ബ്രീഫ് ചെയ്തിട്ട് അതിനടുത്ത ദിവസം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്.